മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന നെഗറ്റീവ് ന്യൂസുകൾക്കിടയിൽ നമ്മൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ് ഏപ്രിൽ 9 നടക്കുന്ന RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ 25 ബേസിസ് പോയിന്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിച്ചേക്കും എന്ന അപ്ഡേറ്റ്. 2020 മെയ് മാസത്തിന് ശേഷം ആദ്യ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കിയത് 2025 ഫെബ്രുവരി മാസത്തിലായിരുന്നു. റെപ്പോ റേറ്റ് 6.5% നിന്നും 6.25% പരിഷ്കരിക്കുകയാണ് RBI ചെയ്തത്. ഇനി 25 ബേസിസ് പോയിന്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കൂടി ഈ ഏപ്രിൽ മാസത്തിൽ പ്രതീക്ഷിക്കാമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഏപ്രിൽ 7 ആരംഭിച്ച് ഏപ്രിൽ 9 ആയിരിക്കും ഔട്ട്കം പുറത്തുവരിക. ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ തന്നെ നിർണായകമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഒട്ടുമിക്ക രാജ്യങ്ങൾക്ക് മുകളിലും അമേരിക്ക റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് മുകളിലും 25% റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തി. അതേസമയം ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ കൺട്രോളിലാവുകയും മാർക്കറ്റിൽ ലിക്വിഡിറ്റി കൺസിസ്റ്റൻ്റായി നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ 25 ബേസിസ് പോയിന്റിൻ്റെ റേറ്റ് കട്ട് നടപ്പിലാക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിതെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ 26% താരിഫ് പ്രഖ്യാപനം നടത്തിയെങ്കിലും എക്സ്പോർട്ടിങ്ങിൽ ഇന്ത്യയുമായി മത്സരിക്കുന്ന ചൈന, വിയറ്റ്നാം, ബംഗ്ലാദേശ്, കംബോഡിയ, തായ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യക്ക് മുകളിൽ കുറച്ച് തീരുവ മാത്രമേ ഏർപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് ഈ പ്രതികൂല സാഹചര്യത്തിലും ഇന്ത്യക്ക് മുന്നിലുള്ള ഒരവസരമായി മാറുകയും ചെയ്യുന്നുണ്ട്. 25 ബേസിസ് പോയിന്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരാനുള്ള ഏറ്റവും പ്രധാന സാധ്യത നിലവിലെ ഇൻഫ്ലേഷനിൽ വന്നിരിക്കുന്ന ഇടിവ് തന്നെയാണ്. ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജനുവരി മാസത്തിൽ ഇൻഫ്ലേഷൻ 4.26%, ഫെബ്രുവരി മാസത്തെ ഇൻഫ്ലേഷൻ 5.09%, എന്നാൽ മാർച്ച് മാസത്തെ ഇൻഫ്ലേഷൻ 3.61% ഇടിയുകയും ചെയ്തു. കൂടാതെ ICRAയുടെ റിപ്പോർട്ട് പ്രകാരം 2026 സാമ്പത്തിക വർഷത്തിലും ഇന്ത്യൻ GDPയുടെ വളർച്ച നിരക്ക് 6.7% തുടരാനും സാധ്യതയുണ്ട്. ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ്. അതോടൊപ്പം തന്നെ 25 ബേസിസ് പോയിന്റിൻ്റെ റെസിപ്രോക്കൽ താരിഫ് പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സമ്പദ് വ്യവസ്ഥയെ ഉജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയും 25 ബേസിസ് പോയിന്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് സഹായകമാകുമെന്നാണ് അനലിസ്റ്റുകൾ കണക്കിലാക്കുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിലും ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിലുമൊക്കെ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സ്വർണത്തിൻ്റെ വിലയിൽ 40% വർധനവ് വന്നതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള 2 സ്റ്റോക്കുകളാണ് മുത്തൂറ്റ്, മണപ്പുറം ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ. സ്വർണത്തിൻ്റെ വില വർദ്ധിക്കുന്നതനുസരിച്ച് ഗോൾഡ് ലോണുകളുടെ ഡിസ്ബേഴ്സ്മെൻറ്റും കൂടി വരികയാണ്. മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ലേറ്റസ്റ്റ് ബിസിനസ് അപ്ഡേറ്റ് നമ്മൾ പരിശോധിച്ചാൽ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റും കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിലും ഗണ്യമായ വർധനവ് ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ ഗോൾഡിൻ്റെ വില വർദ്ധിക്കുന്നതനുസരിച്ച് ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് കൂടുകയും കമ്പനിയുമായിട്ടുള്ള കസ്റ്റമർ പാർട്ടിസിപ്പേഷൻ ഇംപ്രൂവ് ആവുകയും ചെയ്യുന്നു. കുറഞ്ഞ സ്വർണം ഈടിന് വെച്ച് കൂടുതൽ തുക സ്വന്തമാക്കാം എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് കമ്പനിയുടെ ലോൺ അക്കൗണ്ട് വളരുന്നത്. ഇത് കമ്പനിക്ക് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിന് പിന്നിൽ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കും. വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനുകളിലൊക്കെ കമ്പനിയുടെ പെർഫോമൻസ് മെച്ചമാകാനും സാധ്യതയുണ്ട്. അതേസമയം സ്വർണത്തിൻ്റെ വാല്യൂ ഉയരുമ്പോഴും മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ലോൺ ടു വാല്യൂ റേഷ്യോയിൽ വലിയ മാറ്റമില്ലാതെ തുടരുന്നു. അതായത് ലോൺ ടു വാല്യൂ റേഷ്യോ RBIയുടെ അപ്പർ ലിമിറ്റായ 75%-നും താഴെ 62%-നടുത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളതും മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. കൂടാതെ ഈ സെക്ടറിൽ എത്ര വലിയ വളർച്ച വരാൻ പോകുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മണപ്പുറം ഫിനാൻസ് എന്ന കമ്പനിയുടെ കൺട്രോളിംഗ് സ്റ്റേക്കുകൾ ബെയിൻ ക്യാപിറ്റൽ എന്ന ഫോറിൻ കമ്പനി അക്വയർ ചെയ്തതും. അതോടൊപ്പം തന്നെ ഗോൾഡ് ലോൺ സെഗ്മെൻറ്റിലെ ഒരു മാർക്കറ്റ് ലീഡറായി വളർന്നു കഴിഞ്ഞു മുത്തൂറ്റ് ഫിനാൻസ്. മണപ്പുറം ഫിനാൻസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബ്രാഞ്ചുകളും അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റുമൊക്കെ മുത്തൂറ്റ് ഫിനാൻസിന് കൂടുതലാണ്. കൂടാതെ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ നമ്മൾ പരിശോധിച്ചാൽ 30%-നടുത്ത് എത്തിയിട്ടുണ്ട്. 15% ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ മാത്രമാണ് ഗോൾഡ് ഫിനാൻസ് സെക്ടറിലെ കമ്പനികൾക്ക് ആവശ്യം. എന്നാൽ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ 30%-നടുത്ത് എത്തിയിട്ടുണ്ട്. കൂടാതെ ക്യാപിറ്റൽ അഡിക്വസി തന്നെ 27%-നടുത്ത് എത്തിയിട്ടുണ്ട്. അതായത് കമ്പനിക്ക് ഗോൾഡ് ലോൺ നൽകുന്നതിന് വേണ്ടി ഗോൾഡ് ലോൺ നൽകുന്നതിന് ആവശ്യമായ ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടി എക്സ്റ്റേണൽ ഏജൻസികളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള സൂചനയാണ് ഇത് നൽകുന്നത്. ഇത് വരും സമയങ്ങളിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഉയരുന്നതിനും വളർച്ചയ്ക്ക് പിന്നിലെയും പ്രധാന ട്രിഗറായി പ്രവർത്തിക്കും.
കൂടാതെ 15% CAGR കൂടിയുള്ള ആനുവൽ ഗ്രോത്താണ് മുത്തൂറ്റ് ഫിനാൻസിൽ നിന്ന് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. 20 മുതൽ 25% ഗ്രോത്ത് തന്ന ഹിസ്റ്ററിയുള്ള കമ്പനി കൂടിയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മണപ്പുറം ഫിനാൻസ്, മുത്തൂറ്റ് ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളെയും വരും ട്രേഡിംഗ് സെഷനുകളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്.